നിങ്ങൾ ഈ സ്ക്രീനിൽ എന്തെങ്കിലും കാണുന്നുണ്ടോ? അതിൻ്റെ വശങ്ങളിലോ സെൻറ്ററിലോ എവിടെയെങ്കിലും ഒരു കറുത്ത ഡോട്ട് കാണുന്നുണ്ട് അല്ലേ? എന്നാൽ ആ ഡോട്ടിനേക്കാൾ 10,000-കണക്കിന് മടങ്ങ് വലുപ്പമുള്ള ഒരു വൈറ്റ് ഷീറ്റ് നിങ്ങളുടെ ആരുടെയെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടോ? ഒരു വെള്ളക്കടലാസ് ഉണ്ടാവില്ല. എത്ര വലിയ സുഹൃതങ്ങളുണ്ടെങ്കിലും, എത്ര വലിയ നന്മകൾ ചെയ്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും ഒരു പോരായ്മ, ഒരു തെറ്റ്, ഒരു മിസ്റ്റേക്ക് ഉണ്ടോ എന്നന്വേഷിക്കും. അങ്ങനെയുള്ള ഒരു സ്വഭാവം നമ്മുടെ മനസ്സിൽ, നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ പരാജയപ്പെട്ടവരാണ്. ആ സ്വഭാവം നമ്മൾ എന്നാണോ നമ്മുടെ മനസ്സിൽ നിന്ന് എടുത്ത് ദൂരേക്ക് വലിച്ചെറിയുന്നത്, അന്ന് വിജയത്തിൻ്റെ ആദ്യപടി നാം ചവിട്ടിക്കഴിഞ്ഞു. മൻ ആബ അഖീഹി ബിദംബിൻ, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ആരെങ്കിലും ഒരു തെറ്റ് കൊണ്ട് തൻ്റെ സുഹൃത്തിനെ കളിയാക്കി അവൻ്റെ പോരായ്മ മറ്റുള്ളവരോട് പറഞ്ഞു, പരിഹസിച്ചു, അങ്ങനെയാണെങ്കിൽ ലം യമുത്ഹു ഹത്താ യഫ്അൽ, അങ്ങനെ ഒരു തെറ്റ് അവൻ്റെ ജീവിതത്തിലും വരാതെ അവൻ മരിക്കുകയില്ല. നമ്മൾ മറ്റുള്ളവരെ എന്തെങ്കിലും ഒരു തെറ്റിൽ, എന്തെങ്കിലും ഒരു പോരായ്മയിൽ കളിയാക്കി, പരിഹസിച്ച്, കൊച്ചാക്കി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ, മറ്റുള്ളവരുടെ മുമ്പിൽ നിന്ദ്യരാക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അങ്ങനെ ഒരു തെറ്റ് നമ്മുടെ ജീവിതത്തിൽ വരികയും ആ തെറ്റ് കാരണം നാം പരിഹാസ്യപാത്രമാവുകയും മറ്റുള്ളവരുടെ മുമ്പിൽ നിന്ദ്യനാവുകയും ചെയ്തിട്ട് മാത്രമേ നമ്മൾ മരിക്കുള്ളൂ. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അങ്ങനെ മറ്റുള്ളവരുടെ തെറ്റ് കാണുന്ന ഒരു സ്വഭാവം നമ്മിലുണ്ടെങ്കിൽ തീർച്ചയായും അത് ദൂരീകരിക്കേണ്ടതാണ്. അത് വളരെ പൈശാചികമായ, മോശമായ ഒരു സ്വഭാവമാണ്. നാം ഓരോരുത്തരും തിരിച്ചറിയുക. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.